ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തി തരികയാണ്. ആരുടെ സ്മരണകളാണോ, ആരുടെ ചരിത്രങ്ങളാണോ, ആരുടെ ബലിമൃഗങ്ങളാണോ, ആരുടെ വിശ്വാസമാണോ, ആരുടെ കർമ്മമാണോ, ആരുടെ ചിന്തകളാണോ, ആരുടെ നിശ്വാസങ്ങളെയാണോ ഇന്ന് ലോകത്തുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ പിൻപറ്റുന്നത്, ആ മനുഷ്യനെ അല്ലാഹു പറയുന്നത് കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു, ഒരു ഏക വ്യക്തിയായിരുന്നില്ല. തന്നിലേക്ക് മാത്രം ഒതുങ്ങിത്തീരുന്ന, തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, തന്റെ കുടുംബത്തിലേക്ക് ഒതുങ്ങിച്ചേരുന്ന ഒരു സ്വാർത്ഥതയുടെ പ്രതീകമായിരുന്നില്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ലോകത്തിന്റെ മുഴുവനും ചിന്തകളിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ചിന്തകളിൽ, സമുദായത്തിന്റെ ചിന്തകളിൽ, സമൂഹത്തിന്റെ ചിന്തകളിൽ തന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്തു വെച്ച ഒരാളായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ അധികാരത്തിന്റെ പേരിൽ മനുഷ്യരൂപം പൂണ്ട് ചെങ്കോലും കയ്യിൽ പിടിച്ച് നമ്രൂദ് എന്ന ഏകാധിപതി ലോകത്തിന്റെ മുമ്പിൽ ഏകനായ അല്ലാഹുവിനെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംവദിച്ചത് നമ്രൂദിനോടാണ്, നമ്രൂദിയൻ ചിന്തകളോടാണ്. ഞാനാണ് ദൈവമെന്ന് വാദിച്ച നമ്രൂദിനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഇന്നല്ലാഹ യുഹീ വയുമീത്, എന്റെ അല്ലാഹു ജനനവും മരണവും കൊടുക്കുന്നവനാണ്. ആ സമയത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്രൂദ് പറഞ്ഞ മറുപടി ലോകചരിത്രത്തിൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് ആല ഇമ്രാനിൽ കാണാം. എന്നാൽ കാല അന ഉഹീ വ ഉമീത്, ഞാൻ ജനനവും മരണവും കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് നമ്രൂദ് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ, ആ സമയത്ത് ജയിലിലടക്കപ്പെട്ട രണ്ടാളുകളെ വിളിച്ച്, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാളുകളെ വിളിച്ച് ഒരാളെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് നിരുപാധികം വിട്ടുകൊടുക്കുകയും ഒരാൾക്ക് തൂക്കുകയറി വിധിക്കുകയും ചെയ്തിട്ട്, ഇനി ഒരാൾക്ക് ജനനം, ഒരാൾക്ക് ഞാൻ ജീവൻ കൊടുത്തു, ഒരാൾക്ക് ഞാൻ മരണം കൊടുത്തു, നിന്റെ അല്ലാഹുവും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് ചോദിച്ച സമയത്ത്, ഏകനായ റബ്ബിനെ പരിഹസിച്ച സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിന്റെ ഇസ്ലാമിക ഈമാനിക വിശ്വാസത്തിന്റെ ജാജ്വലമായ ഒരു പ്രതീകമായി നിലനിൽക്കുന്നുണ്ട്. ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും നടുവിൽ മാത്രമല്ല, നിരീശ്വരവാദവും ഭൗതികവാദവും നമ്മുടെ ഇടകളിലോട്ട് കയറ്റിവിടുകയും ഈ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഏകനായ അല്ലാഹുവിനെ ഇലാഹിനെ പരിഹസിക്കുന്ന നിരീശ്വരവാദികൾ സ്വന്തം സമുദായത്തിൽ നിന്നുണ്ടാകുമ്പോ ആ സമയത്ത് അതിനെതിരെ രാജിയാവാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല, മൂകനായിരിക്കാൻ വിശ്വാസിക്ക് കഴിയില്ല. ഇബ്രാഹിം നബിയുടെ പോരാട്ടം നിരീശ്വരവാദത്തിനെതിരെയായിരുന്നു, ദൈവികവാദത്തിനെതിരെയായിരുന്നു, സന്ദേഹവാദത്തിനെതിരെയായിരുന്നു. അതൊക്കെ അവിടെ നടക്കട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അയൻഗുസുദ്ദീനു വ അന ഹയ്യുൻ, അയൻഗുസുദ്ദീനു വ അന ഹയ്യുൻ. സിദ്ദീഖ് അക്ബറിന്റെ ഞരമ്പുകളിലൂടെ രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കെ, സിദ്ദീഖ് അക്ബറിന്റെ പെരുവിരലിന് അനക്കമുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ ദീനിന് പരിക്കുപറ്റാനോ ഞാൻ അതിനെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഇബ്ബിലേക്ക് വന്ന സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഇബ്രാഹിമി മില്ലത്തിന്റെ പിന്തലമുറക്കാരനാണ്. സർവാധിപത്യത്തിന്റെ അധികാരത്തിന്റെ കൈപിടിച്ച് നിരീശ്വരവാദത്തിന്റെ വാദം പറഞ്ഞ നമ്രൂദിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, നിങ്ങളുടെ വാളുകളിൽ, നിങ്ങളുടെ പ്രൊഫൈലുകളിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ നിരീശ്വരവാദത്തെ കുറിച്ചുള്ള വാദങ്ങൾ ഉയരുമ്പോ അല്ലാഹു ഏകനാണോ, അവൻ സൃഷ്ടാവാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരിച്ചുള്ള ഒരു ചോദ്യമുണ്ട്, ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ. മഹാനായ ഖലീലുല്ലാഹിയുടെ ചാട്ടുളി പോലൊരു ചോദ്യം വന്നത്രേ, നമ്രൂദേ, ഈ ബാബിലോണിയൻ തീരങ്ങളും യൂഫ്രട്ടീസിന്റെ ഓളങ്ങളും ഈ സാമ്രാജ്യത്വം നിന്റെ മുമ്പിലായിരിക്കാം, പക്ഷേ എന്റെ പടച്ചവനെ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. നിനക്ക് കഴിയുമെങ്കിൽ നാളെ രാവിലെ പ്രഭാതം പൊട്ടി വിടരുമ്പോ
കിഴക്ക് നിന്നുദിക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് നിന്നുദിപ്പിക്കാൻ നിനക്ക് കഴിയുമോ നമ്രൂദ്? ഒരൊറ്റ ചോദ്യമായിരുന്നു. അള്ളാഹു പറയുന്നത് നിരീശ്വരവാദികൾ നിശബ്ദരായി എന്നാണ്. ഉലൂഹിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, റുബൂബിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നത് എന്റെ റബ്ബാണ്, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ, മഹാനായ ഇബ്രാഹിം നബിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്രൂദ് നിശബ്ദനായി. ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോൾ ചൂണ്ടിക്കാണിച്ചവന്റെ വിരലുകൾ തിരിച്ചൊടിക്കുന്ന ഏകാധിപത്യത്തിന്റെ ശൈലി നമ്രൂദ് തീരുമാനിക്കുകയും, നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീരുമാനിച്ചത് ലോകത്തുള്ള അന്നുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി നഗ്നകളായ സ്ത്രീകളെ കൊണ്ട് കഥാപ്രസംഗവും ആട്ടവും നടത്തിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചത് നമ്രൂദാണ്. ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് നഗ്നകളായ സ്ത്രീകളെ കൊണ്ടുവന്ന കഥാപ്രസംഗങ്ങളും ആട്ടവും പാട്ടവും നടത്തിയിട്ടാണ് നമ്രൂദ് ഇബ്രാഹിം നബി എന്ന് പറയുന്ന തൗഹീദിന്റെ ഉപാസകനെ കൊല്ലാൻ തീരുമാനിച്ചത്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ആട്ടവും പാട്ടവും, ലോകത്ത് നടക്കുന്ന എല്ലാ ഇസ്ലാമിക വിരുദ്ധമായ ഈ ഫെസ്റ്റിവലുകളുടെയൊക്കെ തുടക്കക്കാരൻ നമ്രൂദാണ്. ആ നമ്രൂദ് ഇബ്രാഹിം നബിയെ വലിയ ഒരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തു കൂടി പറന്നു പോകുന്ന പറവകൾ പോലും തീയുടെ ചൂടേറ്റ് അവയുടെ ചിറകുകൾ കരിഞ്ഞ് താഴോട്ട് വീഴുന്ന രീതിയിൽ അഗ്നിജ്വാലകൾ ആളിക്കത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടത്തിന്റെ ചൂട് കാരണത്താൽ എറിയാൻ കഴിയാതെ മലമുടക്കിന്റെ മുകളിൽ ഒരു വലിയ തെറ്റാലി ഉണ്ടാക്കി. ആ തെറ്റാലിയിൽ ഇബ്രാഹിം നബി എന്ന് പറയുന്ന യുവാവിനെ കിടത്തുന്നു. ആരാണ് ഇബ്രാഹിം നബി? 96-ാമത്തെ വയസ്സിലല്ല, 100-ാമത്തെ വയസ്സിലല്ല, ജീവിതത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആസ്വദിച്ചു തീർത്ത് വാർദ്ധക്യത്തിൽ മരണത്തെ കാത്തു കിടക്കുന്ന നേരത്തല്ല ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തോട്, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെ പുറകെ നടന്നു പോകുന്ന യുവാക്കളോട് തെറ്റാലിയിൽ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാത്തുകിടക്കുന്ന ഇബ്രാഹിം നബിയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ പരിചയപ്പെടുത്തുന്നത്? കാലു സമീന ഫത്തൻ. ഇബ്രാഹിം നബി ഒരു യുവാവായിരുന്നു. യുവത്വത്തിന്റെ ഏറ്റവും സുന്ദരമായ തിളച്ചുമറിയുന്ന ആഗ്രഹങ്ങളുടെ കാലത്താണ് പടച്ചവന് വേണ്ടി തീക്കുണ്ടത്തിലേക്ക് വലിച്ചു പോകാൻ കഴിഞ്ഞത്. അള്ളാഹുവിന്റെ ദീനിനെ അപഹസിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ സ്മരണകൾ നാം പറയുമ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ ദീനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ വേഷങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അക്കാരണത്താൽ പരിശുദ്ധമായ ദീൻ അപഹസിക്കപ്പെടുമ്പോൾ ഒരു യുവത്വത്തിന്റെ കരുത്തുറ്റ പ്രതീകം മാമലകളുടെ മുകളിൽ, തെറ്റാലികളുടെ മുകളിൽ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടം കാത്തു നിൽക്കുന്നു. എതിരാളികൾ ആരവത്തോടെ നാനാഭാഗത്തും പെരുമ്പറ കൊട്ടി, ചെണ്ട കൊട്ടി, വാദ്യമേളങ്ങൾ ഉണ്ടാക്കി. ഇതിന്റെയൊക്കെ തുടക്കം നമ്രൂദിന്റെ കാലത്ത് നിന്നാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ആ വാദ്യമേളങ്ങളുടെ കരഘോഷങ്ങളുടെ ഇടയിൽ ആകാശത്തിന്റെ മുകളിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ ഭൗതിക ശരീരം ആളിക്കത്തുന്ന തീയിലേക്ക് ആഞ്ഞമർന്നു. ആഞ്ഞമരുന്ന നേരത്ത് ആകാശലോകത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് പാഞ്ഞു വന്നു. തീക്കുണ്ടത്തിലേക്ക്, ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു യുവാവിന് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് നിങ്ങൾ അപ്പോൾ പേര് പറയരുത്. ഇബ്രാഹിം നബിയെ കുറിച്ച് അപ്പോൾ പറയുന്നത് ഒരു യുവാവ്, ഒരു യുവാവ്, യുവത്വത്തിന്റെ പ്രതീകമായ യുവാവ്, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള യുവാവ്, പ്രതീക്ഷകളുള്ള യുവാവ്, ജീവിത സ്വപ്നം കണ്ട യുവാവ്, അവിവാഹിതനായ ഒരു യുവാവ്, മംഗല്യ സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരു യൗവനമാണ് അവിടെ വലിച്ചെറിയപ്പെടുന്നത്. ആകാശത്തിന്റെ മലക്കുകൾ അവിടെ നിന്ന് വന്നിട്ട് തീക്കുണ്ടത്തിലേക്ക് വിടുന്ന ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു വിട്ടതാണ് ഞങ്ങളെ. ഇബ്രാഹിം നബിയുടെ മറുപടി, വേണ്ട, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് നിങ്ങളെപ്പോലും വേണ്ട, എനിക്ക് എന്റെ റബ്ബിനെ മതി.
ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ വിശേഷണം ചുരുക്കി പറയട്ടെ. അള്ളാഹു പറയുന്നത് കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി ഹനീഫ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ച ഋജുമാനസനായിരുന്നു. ഹനീഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഋജുമാനസൻ, ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ചഞ്ചല ചിത്തനല്ല, അചഞ്ചലമായി നിന്ന ഒരു മനുഷ്യൻ. മൂന്ന് വിശേഷങ്ങൾ പറയുകയാണ്. അങ്ങനെ മലക്കുകളോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു മധ്യസ്ഥത പോലും എനിക്ക് ആവശ്യമില്ല, എന്റെ ബന്ധം എന്റെ റബ്ബുമായിട്ടാണ്. സഹോദരങ്ങളെ, ആളിക്കത്തുന്ന തീ, ആ തീയുടെ മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത് തണുപ്പായി മാറി എന്നത് ചരിത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ഇത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്രൂദുമാർ പിന്നെയും ഉണ്ടായി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ, തീക്കുണ്ടത്തെ ഏറ്റവും വലിയ AC സമശീതോഷ്ണ ഉപാധിയായി മാറി. ഇബ്രാഹിം നബിയുടെ ഒരു രോമം പോലും കരിഞ്ഞില്ല. പക്ഷേ ഇബ്രാഹിം നബിയുടെ ചരിത്രം അവിടെ അവസാനിച്ചില്ല. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേൾക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരുന്നുവെങ്കിൽ ഹൃദയത്തെ തടുകി തലോടിയ ഒരു അനുരാഗ പ്രപഞ്ചത്തിന്റെ പ്രതലമാണത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്രൂദിന്റെ സ്ഥാനത്ത് അബൂജഹലും മുത്തുബത്തും ശൈബത്തും വന്നു. അബൂജഹലും മുത്തുബത്തും ബദറിന്റെ കണ്ണിൽ ചത്തൊടുങ്ങി. പിന്നീട് പ്രവാചകന്റെ പരമ്പരയിൽ ഒരു മനുഷ്യൻ വന്നു, അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങളുടെ സഹാബിയാണ്. മറുഭാഗത്ത് നമ്രൂദിന്റെ സ്ഥാനത്ത് ഹജ്ജാജ് വന്നു. തീക്കുണ്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ, ഭരണകൂടത്തിന്റെ അക്രമത്തിനെതിരെ പറഞ്ഞതിന്റെ പേരിൽ ഈ അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് തീക്കുണ്ടമുണ്ടാക്കി. ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആളുകൾ മുഴുവനും നോക്കി നിൽക്കെ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് പുറം അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹുവിനെ ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് കത്തിക്കരിഞ്ഞ ശവശരീരത്തിന്റെ അവശിഷ്ടം കാണാൻ കാത്തു നിന്നവർ തീക്കുണ്ടത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ ചരിത്രത്തിൽ കാണാം, വഹുവ ഖായിമുൻ യുസല്ലി. അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല തീക്കുണ്ട ത്തിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയായിരുന്നു. ഞാൻ ഈ പറയുന്നതിന് അതിശയോക്തി നിറഞ്ഞ കഥയല്ല. വാക്കവി ഒരു പ്രസംഗത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം നിലനിന്നു. മഹാനായ അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു തീക്കുണ്ടത്തിന്റെ നടുവിൽ കൈകെട്ടി നിസ്കരിച്ച കഥ ലോകചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഈ തീ തണുപ്പായി മാറിയ കഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീക്കുണ്ടത്തിൽ ചുട്ടരിക്കപ്പെടുന്നവരോട്, ഇന്ന് പുതിയ കാലത്ത് ബോംബുകളേറ്റ് പിടഞ്ഞു മരിക്കുന്നവരോട്, പശ്ചിമേഷ്യയുടെ യുദ്ധക്കൊതിയിൽ പിടഞ്ഞു വീടുന്ന നിരപരാധികളും അനാഥകളും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് ആളുകൾ മണക്കാട് വലിയ പള്ളിയിൽ നമ്മൾ ഇവിടെ ജുമാ നമസ്കാരത്തിന് പുതിയ വസ്ത്രമണിഞ്ഞ് ഭക്ഷണം കഴിച്ച് മൃഗബലി നടത്താൻ കാത്തിരിക്കുമ്പോ കിലോമീറ്ററുകൾക്കകലെ നിങ്ങൾ കാണുന്നില്ലേ അമേരിക്കയുടെ യാങ്കിപ്പടയുടെ, അമേരിക്കയുടെ ഇസ്രയേൽ എന്ന് പറയുന്ന ജാരസന്താനത്തിന് സമ്മാനം കൊടുത്ത അമേരിക്കയുടെ ജാരസന്തതികളുടെ ഭീകരാക്രമണത്തിന്റെ പേരിൽ ഗസയുടെ മുനമ്പുകളിൽ ചിതറിത്തെറിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒരു നേരത്തെ റൊട്ടിക്കശനത്തിന് വേണ്ടി ഗസയിൽ തകർക്കപ്പെട്ട കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ, ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ, ചിതറിത്തെറിച്ചു പോയ ജന്മങ്ങളെ, ഇന്നും ഒരു പെരുന്നാളിന്റെ പിറ പോലും കണ്ണു തുറന്ന് കാണാൻ കഴിയാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളോട്, ഇറാനിൽ തകർക്കപ്പെട്ടവരോട്, രാവിലെ ചോറും കയ്യിൽ പിടിച്ച് പുസ്തകവും കയ്യിൽ പിടിച്ച് സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ബെഞ്ചിലിരുന്ന് കലപില പറയുമ്പോൾ ചിതറിത്തെറിച്ചു പോയ മിനാബയിലെ 148 പിഞ്ചു കുഞ്ഞുങ്ങളെ, അവരെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഈ പെരുന്നാൾ വരുമ്പോൾ അവരെ കുഞ്ഞുങ്ങൾ അവരുടെ കൈവിരലിന്റെ ചുറ്റത്ത് പറ്റത്തില്ല. ഈ പെരുന്നാൾ വരുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ അവരുടെ മക്കൾ കയ്യിലില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്രൂദുമാർ വാണരുളുന്ന കാലത്ത്, അവരുടെ പ്രതിരൂപങ്ങൾ അവതാരങ്ങളായി പിറവിയെടുക്കുന്ന കാലത്ത് മറ്റൊരു ഇബ്രാഹിം ആകാൻ നമുക്ക് കഴിയണം, അബൂ മുസ്ലിമുൽ ഖബലാനി ആകാൻ നമുക്ക് കഴിയണം. അത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണത്തിലൂടെ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സർവ്വതും നാഥനിൽ സമർപ്പിച്ച് സർവമാന ബാത്തിലിനോടും സംവദിച്ച് മുഹമ്മദി സുന്നത്തിനെ മുറുകെ പിടിച്ച് ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് ലോകത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ ദാസന്മാരായി മാറാൻ മഹാനായ ഇബ്രാഹിം നബി നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഋജുമാനസനായിരുന്നു, പതറാത്ത വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു. മകനെ ബലിയെറുക്കുമ്പോഴും പതറിയില്ല, ഭാര്യയെയും കൈക്കുഞ്ഞിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുമ്പോഴും ഇബ്രാഹിം നബി പതറിയില്ല. ആ സമയത്തും ഇബ്രാഹിം നബിയുടെ കൂടെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഭർത്താവ് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുമ്പോ ഹാജറയും പതറിയില്ല, കൊച്ചിസ്മായിലും പതറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ മുമ്പിൽ പതറാതെ നിന്നവർക്ക് നൽകുന്ന ഒരു പ്രതിഫലമുണ്ട്. നമുക്ക് കഴിയണം നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പതറാതെ നിൽക്കണം. പരീക്ഷണങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഇതെന്റെ റബ്ബിന്റേതാണെങ്കിൽ പതറാതെ നിൽക്കുന്ന ഒരു ഈമാൻ സംഭരിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സകലതും റബ്ബിനെ സമർപ്പിച്ചാൽ ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. എല്ലാം ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ചു രൂപകൽപ്പന ചെയ്ത എന്റെ റബ്ബിന്റെ മുമ്പിലേ ഞാൻ തലകുനിക്കൂ, അവന്റെ മുമ്പിലേ ഞാൻ പ്രണമിക്കൂ എന്ന് തീരുമാനിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത്, സമയം പരിമിതമാണ്, 8 മണിക്കാണ് നമസ്കാരം. അതുകൊണ്ട് എല്ലാവരും അകത്തോട്ട് കയറി സഫുകൾ കൃത്യമാക്കിയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബി പടച്ചവന്റെ മുമ്പിൽ പതറാതെ നിന്നു എന്ന് മാത്രമല്ല, നാലാമത് പറയുന്ന ഒരു വിശേഷണമുണ്ട്. പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി ചെയ്തിരുന്നു അത്രേ. ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും പ്രയാസങ്ങളുടെ ഇടയിലും പടച്ചവന്റെ ചില അനുഗ്രഹമുണ്ട്. നമ്മൾ പ്രയാസങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ, പടച്ചവൻ എന്ന പരീക്ഷണത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാരകമായ രോഗം വന്നു. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് നാവും ഹൃദയവും ഒടിച്ച് ശരീരം മുഴുവനും പഴുത്തു പറങ്ങലിച്ചു, വീടെല്ലാം നഷ്ടപ്പെട്ടു, മക്കളൊക്കെ മരിച്ചു. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് പടച്ചവനോടൊന്ന് ദുആ ചെയ്തുകൂടെ ഇതൊന്ന് മാറ്റിത്തരാൻ? അയ്യൂബ് നബിയുടെ ചോദ്യം, നീണ്ട 80 വർഷം പടച്ചവൻ എന്നെ സുഖിപ്പിച്ചില്ലേ, നീ അതിനു പകരം പടച്ചവനെ 80 വർഷം എന്നെ ദുഃഖിപ്പിച്ചാൽ ഞാൻ എന്റെ റബ്ബിന് എന്തിനോട് പരാതി പറയണം? നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളില്ലേ സഹോദരങ്ങളെ? സങ്കടങ്ങൾ പറയുമ്പോഴും കണ്ണുനീരൊടുകുമ്പോഴും അവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളില്ലേ? ഈ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും മകനെ ബലിയെറുക്കേണ്ടി വരുമ്പോഴും ഭാര്യ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴും ഇബ്രാഹിം നബി പടച്ചവനോട് നന്ദിയുള്ള ഒരു ദാസനും കൂടിയായിരുന്നു. ഷാക്കിറല്ലേ അൻഉമി, പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കിടക്കുന്ന ആളായിരുന്നു. പടച്ചവൻ ചെയ്ത അനുഗ്രഹം ഏതാണ്? അള്ളാഹു ചെയ്ത അനുഗ്രഹം ഏതാണ്? 120-ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ നബിയെ കൊടുക്കുന്നത്. അല്ല, 90 വയസ്സ് കഴിയുമ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുക്കുന്നത്. കുറെ നാൾ മക്കളില്ലാതിരുന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം നബിയുടെ ദുആയാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ വഹബലി അലൽ കിബരി, വാർദ്ധക്യകാലത്ത് നീ എനിക്ക് ദാനം ചെയ്തുവല്ലോ ഇസ്മാഈല വ ഇസ്ഹാഖ്, എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്നല്ലോ റബ്ബേ. എനിക്ക് 2 മക്കളെ തന്നില്ല റബ്ബേ. അൽഹംദുലില്ലാഹ്, നിന്നോടാണ് സ്തുതി. അൽഹംദുലില്ലാഹ്, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? 2 മക്കളെ എനിക്ക് കിട്ടി, വേറൊന്നും വേണ്ട. എന്നെ താങ്ങി പിടിക്കാൻ, എനിക്ക് തണലാവാൻ, എന്റെ ജീവിതത്തിൽ അനന്തരാവകാശികളായി എനിക്ക് 2 മക്കളെ തന്നു. ആ മക്കളെ തന്നത് മാത്രമല്ല, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്റെ മക്കളെ നീ നിസ്കാരമുള്ളവരാക്കി തരണേ റഹ്മാനെ.
നീ തന്ന മക്കൾ അനുഗ്രഹമാണ്. പക്ഷേ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി, എന്റെ മക്കൾ നമസ്കാരമുള്ള മക്കളാവണം. ഈ ഈദുൽ അദ്ഹയിലെ വലിയൊരു പ്രാർത്ഥനയാണിത്. മക്കൾക്ക് വേണ്ടി അവർ നമസ്കാരമുള്ളവരാകണം. 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ അവർ നിസ്കരിക്കണം. എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ മാത്രം അവർ മുമ്പിൽ നിന്നാൽ പോരാ. എന്റെ മക്കളെ ഞാൻ വളർത്തുന്നത് എന്റെ മയ്യത്ത് നമസ്കരിക്കാനല്ല റബ്ബേ, നിന്റെ മുമ്പിൽ നിസ്കരിക്കാനാണ്. 5 വഖത്ത് നിസ്കരിക്കാത്ത മക്കൾ ഉപ്പാടെ മയ്യത്തിന്റെ മുമ്പിൽ മാത്രം നിന്നിട്ട് എന്ത് നേടാനാണ്? അതുകൊണ്ട് ഈദുൽ അദ്ഹയിലെ 2ാമത്തെ സന്ദേശം മക്കളെ സന്മാർഗത്തിന്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുആ. എന്റെ വാക്ക് കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഈദുൽ അദ്ഹയ്ക്ക് ശേഷമുള്ള ദുആയിൽ പടച്ചവനെ, ഞങ്ങളുടെ ആൺമക്കളെ നീ ഇസ്മായിലാക്കണേ റബ്ബേ, ഞങ്ങളുടെ പെൺമക്കളെ നീ ഹാദറയെ പോലെ ആക്കണേ റബ്ബേ എന്ന അല്ലാഹുവിനോട് കരളുരുകി ദുആ ചെയ്യേണ്ട കാലത്ത്, മക്കളുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ അന്തരീക്ഷത്തിൽ മുഴുവനും ഉയരുന്ന കാലത്ത്, ജീവിതത്തിൽ ഒരു സന്തോഷവും കാലത്ത്, ഈ ഓർമ്മ പെരുന്നാൾ ഒരു വലിയ പെരുന്നാളാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കേരളത്തിലെ കോടീശ്വരനായ കോടാനുകോടീശ്വരനായ മനുഷ്യൻ തലേ ദിവസം നാളെ 2 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ പോകേണ്ടതിന് തൊട്ടു മുമ്പ് സ്വന്തം ഭാര്യയെ കഴുത്തറുത്തു കൊന്ന് അയാൾ ആത്മഹത്യ ചെയ്ത് ഞെട്ടിക്കുന്ന കഥ നമ്മുടെ വെളിപ്പാട് അകലെ നിന്ന് കേൾക്കുന്ന ഒരു കാലത്ത്, ഒരായുസ് കൊണ്ട് കെട്ടിപ്പിടിച്ച നമ്മുടെ കുടുംബം മുഴുവനും അശാന്തിയുടെയും അസമാധാനത്തിന്റെയും നിരാശയുടെയും പടുകുടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, 4000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ നമ്മൾ ഓർക്കാൻ പോവുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ നമ്മൾ ഓർക്കാൻ പോവുകയാണ്. അടുത്ത നിസ്കാരം നടക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ഇബ്രാഹിം നബിയുടേത്. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ജീവിതത്തിന്റെ മനോഹാരിത കൊണ്ട്, അർപ്പണബോധം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത ഒരു കുടുംബത്തിന്റെ വലിയ സ്മരണകളാണ് ഈദുൽ അദ്ഹ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.